തന്നതില്ല പരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരനുപായമീശ്വരൻ. അപരൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് അറിയാൻ മനുഷ്യന് യാതൊരു ഉപായവും ഈശ്വരൻ തന്നിട്ടില്ല. കുമാരനാശാൻ്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിൽ നളിനിയുടെ ആത്മകഥമാണ് ഈ വരികൾ. ആത്മാന്വേഷണത്തിൻ്റെ പുതിയ ഒരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കുമാരനാശാൻ്റെ ഈ വരികൾ വളരെ പ്രസിദ്ധമാണ്. തന്നതില്ല പരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരനുപായമീശ്വരൻ. മറ്റൊരാളിൻ്റെ ഹൃദയത്തിലുള്ള രഹസ്യങ്ങൾ എന്താണെന്ന് അറിയുവാൻ യാതൊരു മാർഗവും നമുക്ക് ഇല്ല. പരഹൃദയ ജ്ഞാനമുണ്ടെങ്കിലേ മറ്റുള്ളവരുടെ ഉള്ളിലെ കാര്യങ്ങൾ, മനോഗതികൾ ഒക്കെ നമുക്ക് അറിയാൻ കഴിയൂ. മനുഷ്യനെ സംബന്ധിച്ച് മറ്റൊരാളിൻ്റെ ഹൃദയരഹസ്യങ്ങൾ എന്താണ് എന്നറിയുവാൻ യാതൊരു ഉപായവുമില്ല. മെൻ്റലിസ്റ്റുകളും അതുപോലെ പരഹൃദയജ്ഞാനമുള്ളവരും എന്നൊക്കെ അവകാശപ്പെടുന്ന നിരവധി ആളുകൾ പറയാറുണ്ട് നമ്മുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അവർക്ക് പ്രവചിക്കാൻ കഴിയുമെന്ന്. എന്നാൽ ഇന്നുവരെ ശാസ്ത്രീയമായി ഒരാളിൻ്റെ മനസ്സിലെ രഹസ്യങ്ങൾ അറിയുന്നതിന് യാതൊരു വഴിയും ഇല്ല. എന്നാൽ നുണപരിശോധന പോലെയുള്ള ചില ആധുനിക മാർഗങ്ങളിൽ കൂടി കുറ്റവാളികളുടെ ഉള്ളിലുള്ള വിവരങ്ങൾ അറിയാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രമിക്കാറുണ്ട്. എന്നിരുന്നാലും പൂർണ്ണമായും ഒരാളിൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് അറിയുവാൻ ആർക്കും കഴിയുകയില്ല. എല്ലാവരുടെയും മനസ്സിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് ആരും മറ്റുള്ളവരോട് പറയാൻ ഇഷ്ടപ്പെടാറില്ല. അവരവർക്കറിയാവുന്ന നിരവധി കാര്യങ്ങൾ മനസ്സിൻ്റെ ഉള്ളറകളിൽ അടച്ചു വച്ചിരിക്കുകയാണ്. അത് കുറേയൊക്കെ അടുത്ത ആളുകളോടോ സുഹൃത്തുക്കളോടോ ഒക്കെ നാം പറഞ്ഞെന്നിരിക്കും. എന്നിരുന്നാലും പല കാര്യങ്ങളും ആരും പൂർണ്ണമായും വെളിവാക്കാറില്ല. കാരണം അവരവർ സൂക്ഷിക്കുന്ന രഹസ്യങ്ങൾ അവരവർക്ക് മാത്രമേ അറിയാവൂ. അത് ഓരോ വ്യക്തിയും ഇല്ലാതാകുന്നതോടുകൂടി ആ രഹസ്യങ്ങളും മണ്ണടിയുകയാണ് ചെയ്യുന്നത്. എന്നാലും എപ്പോഴും ആളുകൾ ആഗ്രഹിക്കാറുണ്ട് അവരൻ്റെ ഉള്ളിൽ എന്താണ് എന്നറിയാൻ. തന്നെപ്പറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി അവരൻ്റെ മനസ്സിലെ വിചാരങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതറിയാൻ ഏവർക്കും താല്പര്യമുണ്ടാകും. ഇതിനെപ്പറ്റി പരാമർശിക്കുന്ന ഒരു ചെറിയ കഥ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഒരിക്കൽ ഒരു വീട്ടിൽ വൃദ്ധനായ ഒരു കാരണവർ താമസിച്ചിരുന്നു. ആ വീട്ടിൽ അയാളോടൊപ്പം അയാളുടെ ഭാര്യയും മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെയുള്ള ഒരു വലിയ കൂട്ടുകുടുംബമായിരുന്നു അത്. അവിടെ ആ വൃദ്ധനായ കാരണവർ ആയിരുന്നു ആ വീടിൻ്റെ അധികാരി. എല്ലാ കാര്യങ്ങളിലും അദ്ദേഹമാണ് തീർപ്പ് കൽപ്പിക്കുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം അതുവഴി പരദേശിയായ ഒരു കച്ചവടക്കാരൻ വന്നു. ആ കച്ചവടക്കാരൻ നമ്മുടെ കാരണവരെ സമീപിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ മറ്റുള്ളവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയുന്നതിനുള്ള ഒരു യന്ത്രമുണ്ട്. മൈൻഡ് റീഡിംഗ് മെഷീൻ എൻ്റെ കയ്യിലുണ്ട്. അത് വേണമെങ്കിൽ അങ്ങേക്ക് വാങ്ങാം. അത് ഞാൻ വിലയ്ക്ക് ഇവിടെ വിൽക്കാം. അത് വാങ്ങിയാൽ നമ്മുടെ കൂടെയുള്ള ആളുകളുടെ മനോഭാവം എന്താണ്, അവരുടെ മനസ്സിലെ വികാരങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഈ ഒരു കാര്യം കേട്ടപ്പോൾ കാരണവർക്ക് വലിയ കൗതുകം തോന്നി. അദ്ദേഹം ആ മെഷീൻ വാങ്ങാൻ തീരുമാനിച്ചു. ആ കച്ചവടക്കാരൻ പറഞ്ഞ വില കൊടുത്ത് ആ കാരണവര് ആ മെഷീൻ വാങ്ങി തൻ്റെ വീട്ടിൻ്റെ ഉമ്മറത്ത് സ്ഥാപിച്ചു. അങ്ങനെ അതൊന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം കുടുംബാംഗങ്ങളെയെല്ലാം അതിനടുത്തേക്ക് വിളിച്ചു വരുത്തി. ഓരോരുത്തരായി ആ മെഷീൻ്റെ മുമ്പിലേക്ക് വന്നു നിന്നു. അവരുടെ ഉള്ളിലുള്ള രഹസ്യങ്ങളൊക്കെ സ്കാൻ ചെയ്ത് ആ മെഷീൻ പുറത്തേക്ക് അറിയിച്ചു. അത് കേട്ടപ്പോൾ കാരണവർ വളരെ നിരാശനായി. മറ്റുള്ളവരുടെയൊക്കെ ഉള്ളിൽ തന്നെപ്പറ്റി അത്ര വലിയ മതിപ്പൊന്നുമില്ല എന്ന് തന്നെയുമല്ല, തൻ്റെ കാലം കഴിയാൻ നോക്കി നിൽക്കുകയാണ് ഇളമുറക്കാരിൽ പലരും.
തൻ്റെ കാലം കഴിഞ്ഞിട്ട് വേണം അവർക്ക് കുടുംബസ്വത്ത് ഭാഗം വയ്ക്കാനും അവർക്ക് വേണ്ട രീതിയിൽ സ്വത്തുക്കൾ വിനിയോഗിക്കാനുമൊക്കെ അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. ഈ വിവരം അറിഞ്ഞപ്പോൾ ആ കാരണവർക്ക് വലിയ നിരാശയാണ് തോന്നിയത്. അങ്ങനെ ഒടുവിലായി അദ്ദേഹത്തിൻ്റെ പത്നിയെയും അവിടേക്ക് വിളിച്ചു. അവർ വന്നപ്പോൾ അവരുടെ മനസ്സിലിരിപ്പും മെഷീൻ സ്കാൻ ചെയ്ത് അറിയിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിന് കൂടുതൽ സങ്കടവും വിഷമവും എല്ലാം തോന്നി. തൻ്റെ സ്വന്തം ഭാര്യ പോലും തന്നോട് വേണ്ടത്ര ആത്മാർത്ഥത കാണിക്കുന്നില്ല. തൻ്റെ പ്രവൃത്തിയിൽ പലതിലും അവർക്കും തന്നോട് നീരസമുണ്ട് എന്ന് മനസ്സിലായി. കുടുംബാംഗങ്ങൾ ഏറെയും തൻ്റെ കാലം കഴിയാൻ കാത്തിരിക്കുകയാണ് എന്നുള്ള കാര്യം ആ കാരണവർക്ക് മനസ്സിലായി. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഈ രഹസ്യം അറിയേണ്ടിയിരുന്നില്ല, മനസ്സറിയുന്ന ഈ യന്ത്രം ആവശ്യമില്ലായിരുന്നു എന്ന് വിചാരിച്ച് അദ്ദേഹം ആ യന്ത്രമെടുത്ത് പുറത്തേക്കെറിഞ്ഞ് നശിപ്പിച്ചു കളഞ്ഞു. ഈ കഥയിൽ പറയുന്നത് പോലെ മറ്റുള്ളവരുടെ മനസ്സ് നമുക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിലും അത് അറിയാതിരിക്കുകയാണ് നല്ലത്. മറ്റുള്ളവരുടെ മനസ്സിലിരിക്കുന്ന രഹസ്യങ്ങൾ എന്തുമാകട്ടെ അവയെല്ലാം നാം അറിയാൻ ശ്രമിക്കേണ്ട. കുറേയൊക്കെ ഉള്ളിലിരിപ്പുകളെ ഒരു 50%, 60% എല്ലാവരും പുറത്ത് പറഞ്ഞേക്കാം. ഏറ്റവും അടുത്തവരോട് ചിലപ്പോൾ 70%, 75% വരെ പറഞ്ഞേക്കാം. മനസ്സിൻ്റെ ഉള്ളിലെ അറകളിൽ എന്തെല്ലാം രഹസ്യങ്ങൾ നാം ആരോടും പറയാതെ ബാക്കി വെച്ചിട്ടുണ്ട്, അവശേഷിക്കുന്നുണ്ട്. ഈ രഹസ്യങ്ങളുടെ ഭാരം ഒരുപക്ഷെ നമ്മളുടെ ജീവിതത്തെ അശാന്തമാക്കും. രഹസ്യങ്ങൾക്കൊക്കെ ഒരുതരം പാപ സ്വഭാവമുണ്ടെന്നാണ് മഹത്തുക്കൾ പറയുന്നത്. ഓരോ രഹസ്യവും സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ മനോഭാരമുണ്ടാക്കുന്നതാണ്. അവരവരുടെ ഉള്ളിലുള്ള രഹസ്യങ്ങൾ മറ്റുള്ളവരോട്, വിശ്വാസമുള്ളവരോട് പറയുമ്പോൾ എന്തോ ഒരു വലിയ ഭാരം തലയിൽ നിന്ന് നീങ്ങിയതുപോലെ നമുക്ക് തോന്നും. അതുകൊണ്ട് പരമാവധി രഹസ്യങ്ങൾ സൂക്ഷിക്കാതെ, പരമാവധി രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെച്ചുകൊണ്ട് മനോഭാരം നമുക്ക് കുറയ്ക്കാൻ കഴിയും. മനോഭാരമില്ലാത്ത, അധികം രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ ബാക്കിയില്ലാത്ത ഒരു ജീവിതം തന്നെയാണ് എപ്പോഴും നമുക്ക് അയത്നലളിതമായി തോന്നുന്നത്. അതുകൊണ്ട് കുമാരനാശാന്റെ ആ നളിനി എന്ന ഖണ്ഡകാവ്യത്തിൽ നളിനി പറയുന്നത് പോലെ, തന്നതില്ല പരനുള്ളു കാട്ടുവാൻ ഒന്നുമേ നരനുപായമീശ്വരൻ. മറ്റുള്ളവരുടെ ഉള്ളിൽ ഉള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയുന്നതിന് ഈശ്വരൻ നമുക്ക് ഒരു ഉപായവും തന്നിട്ടില്ല. അത് ഈശ്വരൻ മനഃപൂർവ്വം ചെയ്തത് തന്നെയാണ്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സ് നാം അറിഞ്ഞിരുന്നെങ്കിൽ നാം ഒരുപക്ഷെ നമ്മുടെ കുടുംബാംഗങ്ങളെയോ സ്നേഹിതരെയോ ഒക്കെ കുറേയൊക്കെ വെറുത്തു പോകുമായിരുന്നു. അതുകൊണ്ട് രഹസ്യങ്ങൾ രഹസ്യങ്ങളായി തന്നെ അവശേഷിക്കട്ടെ. എന്നിരുന്നാലും പരമാവധി രഹസ്യങ്ങളില്ലാത്ത, ഭാരരഹിതമായ, ആയാസരഹിതമായ ഒരു മനസ്സ് സൂക്ഷിക്കുക തന്നെയാണ് നല്ലത്. അതിന് ഉള്ള ഒരു സാഹചര്യം, മനോഭാവം നമുക്കെല്ലാവർക്കും ഉണ്ടാകുമാറാവട്ടെ എന്നുള്ള ആശംസയോടെ ഈ ഒരു ലക്കം ഇവിടെ നിർത്തുന്നു. ഏവർക്കും നമസ്കാരം.